എല്ലാ കൊല്ലം കേരളത്തിൽ നിന്ന് പലരും എഞ്ചിനീയറിംഗ് പല ഇതും ഗ്രാജുവേറ്റ് ചെയ്ത് പാസ് ഔട്ട് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അവർക്ക് കൊടുക്കാൻ ഒരു അഡ്വൈസ് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ചോദിക്കുന്ന വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ഇതാണ്: നിങ്ങൾ എന്താണ് കോളേജ് സമയത്ത് ചെയ്തത് അതർ ദാൻ അക്കാഡമിക്സ് ആൻഡ് അക്കാഡമിക് പ്രോജക്ട്സ്? അല്ലെങ്കിൽ കോളേജിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യേണ്ടിയിരുന്ന ഇപ്പോൾ ഇൻറ്റേൺഷിപ്സ് അങ്ങനെയുള്ള റിക്വയർമെൻറ്റ്സ് മാറ്റി വെച്ചാൽ അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്തു? ആ ആൻസർ വളരെ ടെല്ലിംഗ് ആണ്. അത് അവർ പാഷനേറ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. പാഷനേറ്റ് ആകുമ്പോൾ എന്തിനോടാണ് പാഷനേറ്റ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അൺഫോർച്ചുനേറ്റ്ലി ഒരു പകുതി കുട്ടികളും ഒന്നും ചെയ്തിട്ടില്ല. പഠിച്ചിട്ടുണ്ട്, മാർക്സ് ഉണ്ട്, അവർ കോളേജ് പറഞ്ഞ പ്രോജക്റ്റ് ചെയ്തു, കോളേജ് പറഞ്ഞ് ഇൻറ്റേൺഷിപ്പ് ചെയ്തു, ഡൺ. ഈ കോളേജ് എന്ന് പറയുന്നത്, ആ ഒരു പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അവർക്ക് ലേണിംഗ് എഡ്യൂക്കേഷന് മാത്രമുള്ള ടൈമല്ല, ലേണിങ്ങിനും ഉള്ളതാണ്. ആപ്ലിക്കേഷൻ ബേസ്ഡ് ലേണിംഗ്. അപ്പോൾ അവരുടെ പാഷൻ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഇതൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്നൊന്നുമില്ല. ഒരു സ്വന്തമായിട്ട് പ്രോജക്ട്സ് ചെയ്യുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു പാർട്ട് ടൈം വർക്ക് ആവാം, ഒരു പാർട്ട് ടൈം പ്രോജക്റ്റ് ആവാം, എന്തെങ്കിലും സ്വന്തമായിട്ട് പഠിക്കുന്നതാവാം. സ്വന്തമായിട്ട് എന്താണ് ഇഷ്ടം എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ആ ഒരു എമൗണ്ട് ഓഫ് ലേണിംഗ് വേറെ ഒരിടത്തും കിട്ടില്ല.